നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏഷ്യ കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടാൻ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ക്രിക്കറ്റ് പ്രേമികൾ വലിയ ആവേശത്തോടുകൂടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. 41 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു ഏഷ്യ കപ്പിൻ്റെ ഫൈനലിൽ ഈ രണ്ട് ടീമുകൾ ഏറ്റുമുട്ടുന്നതെന്ന് കാണാൻ. പക്ഷേ കളിക്കളത്തിൽ ഇതേ ആവേശമുണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം. ഇന്ത്യയുടെ ടീമിൻ്റെ നിലവാരം പാകിസ്ഥാൻ്റെ ടീമിൻ്റെ നിലവാരത്തേക്കാൾ ഏറെ മുകളിലാണ് എന്നത് കഴിഞ്ഞ 2 ഇന്ത്യ പാക് മത്സരങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാലും പാകിസ്ഥാൻ ഇന്ത്യയോടേറ്റ ഈ 2 തോൽവികളല്ലാതെ മറ്റു തോൽവികളൊന്നും ഈ ടൂർണമെൻറ്റിൽ ഏറ്റുവാങ്ങിയിട്ടില്ല എന്നതും നമ്മൾ ഓർക്കണം. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളിൽ പലരും കമൻ്റ് ഇടുന്ന പോലെ താൻ ഓവറൈപ്പ് കൊടുക്കുകയാണ്, ക്രിക്കറ്റാണ്, ഒറ്റ ദിവസം മതിയടോ കളി മാറി മറിയാൻ, തോറ്റിട്ട് പിന്നെ ഈ ഹൈപ്പ് പറഞ്ഞ തിരിച്ചടി കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കമൻറ്റുകളുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ടീമിൻ്റെ കരുത്തിലാണ്. ഇപ്പോൾ ഒരു ഓഫ് ഡേ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഓഫ് ഡേയിൽ അങ്ങ് തോറ്റാൽ മറ്റേ ടീം വലിയ ടീമൊന്നും ആവും എന്ന് ഞാൻ കരുതുന്നില്ല. ഈ ടീം തന്നെയാണ് പാകിസ്ഥാൻ്റെ ടീമിനേക്കാൾ എത്രയോ മികച്ചത് എന്നുള്ളത് സുവ്യക്തമാണ്. നമ്മുടെ ടീം തന്നെയാണ് മികച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. ടോസ് ലഭിച്ചാൽ എന്ത് ചെയ്യും, എങ്ങനെയായിരിക്കും ടീമിൻ്റെ ഘടന, ഇതൊക്കെയാണ്, ടാക്ടിക്സ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ദുബായിലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന 2 പിച്ചുകളാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഒന്ന് ഇന്ത്യ പാക് മത്സരങ്ങൾ, കഴിഞ്ഞ 2 മത്സരങ്ങളും നടന്ന പിച്ച് തന്നെയാണ്. മറ്റൊന്ന് ഒരു ഫ്രഷ് പിച്ചാണ്, ഒരു ഹൈ സ്കോറിംഗ് അഫെയറിന് സാധ്യതയുള്ള ഫ്രഷ് പിച്ചാണ്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ നടന്ന കളി പോലെ ഒരു ഹൈ സ്കോറിംഗ് മത്സരം വന്നേക്കാം. പിന്നെ ദുബായിൽ ടോസ് അത്ര ഡിസിസീവ് അല്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ കാണിക്കുന്നത്. 10 മത്സരങ്ങൾ നോക്കുമ്പോൾ, കഴിഞ്ഞ 10 മത്സരങ്ങൾ നോക്കുമ്പോൾ ആദ്യം ബാറ്റ് ചെയ്ത ടീം 5 തവണ വിജയിച്ചു, രണ്ടാമത് ബാറ്റ് ചെയ്ത ടീം 5 തവണ വിജയിച്ചു. സോ ഇവിടെ ടോസ് അത്ര വലിയ ഒരു ഫാക്ടറാണെന്ന് തോന്നുന്നില്ല. പിന്നെ ദുബായ് പിച്ചിൻ്റെ ഒരു ആവറേജ് സ്കോർ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ എന്ന് പറയുന്നത് 148ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലുണ്ടാവണം. കളിയെ നമ്മൾ നോക്കുമ്പോൾ ടോസ് ലഭിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ളത് കണ്ടറിയണം. ആദ്യം ബാറ്റ് ചെയ്താലും രണ്ടാമത് ബാറ്റ് ചെയ്താലും വിജയത്തെ വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം കഴിഞ്ഞ മത്സരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇഞ്ചുറി വറീസ് ഉണ്ട്. ശ്രീലങ്കയ്ക്കെതിരെയുള്ള കളിയിൽ ക്രാമ്പിൻ്റെ ഇഷ്യൂസ് പ്രധാനമായിട്ടും അഭിഷേക് ശർമ്മ, ഹാർദിക് പാണ്ഡ്യ, തിലക് വർമ്മ ഇവരാണ് നേരിട്ടത്. അതിൽ അഭിഷേകും തിലകും ഓക്കെയാണ്, ദേ ആർ എക്സ്പെക്റ്റഡ് ടു ഫിറ്റ്. ഹാർദിക്കിൻ്റെ സ്റ്റാറ്റസിലാണ് ഇത്തിരി അൺസർട്ടനിറ്റി ഉള്ളത് എന്നാണ് ഇപ്പോൾ ക്രിക്ബസ് പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് കളിയോടടുത്ത് മാത്രമേ തീരുമാനിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് മിനിറ്റിലാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിലൊരു ഫൈനൽ തീരുമാനമെടുക്കുക. അപ്പോൾ അവിടെയാണ് ഇന്ത്യൻ ടീമിൻ്റെ ടാക്ടിക്സ് എന്താവും എന്നുള്ള ചോദ്യം കൂടി വരുന്നത്. പാണ്ഡ്യ കളിക്കുന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സ്ക്വാഡുണ്ട്. കാരണം അപ്പോൾ പിന്നെ നമ്മൾ ഒറ്റ ഫ്രണ്ട് ലൈൻ പേസർ വെച്ചാണ് ഇറങ്ങുക, ജസ്പ്രീത് ബുംറ, ഒപ്പം ന്യൂ ബോൾ ഷെയർ ചെയ്യാൻ ഹാർദിക്കും ഉണ്ടാകും. ഇനി അതല്ല, ഹാർദിക് ഇല്ലെങ്കിൽ നമ്മുടെ പ്ലാനൊക്കെ മാറേണ്ടി വരും. ഹാർദിക് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫ്രണ്ട് ലൈൻ പേസറെ കൂടി ഉൾപ്പെടുത്തേണ്ടി വരും. അത് അർഷ്ദീപ് സിംഗ് ആയിരിക്കും. അങ്ങനെ ഉൾപ്പെടുത്തിയാൽ ബാറ്റിംഗ് ഡെപ്തിനെ അത് സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും. അതാണ് അവിടെ നമ്മൾ നേരിടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. സോ ഹാർദിക്കിൻ്റെ ഫിറ്റ്നസ് ഓക്കെ ആവട്ടെ, അദ്ദേഹം കളിക്കട്ടെ എന്ന് നമുക്ക് കരുതാം. അപ്പം നമുക്കറിയാമല്ലോ ശ്രീലങ്കയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ഇന്ത്യ എങ്ങനെയാണ് കളിച്ചതെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് ഹർഷ്ദീപും ഹർഷിതും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മിഡിൽ ഓർഡറിൽ സഞ്ജുവും തിലകുമൊക്കെ നന്നായി കളിക്കുകയും ചെയ്തതുകൊണ്ട് അങ്ങനെ ലോവർ ഓർഡറിന് വല്ലാതൊരു പ്രഷർ ഉണ്ടാക്കേണ്ട അവസ്ഥ ആ കളിയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെ വന്നാൽ എന്ത് ചെയ്യുന്നുള്ളൊരു ചോദ്യം ഇവിടെ സ്വാഭാവികമായിട്ടും ഉയരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ ഒരു പക്ഷേ ഒരു ലെഗ് സ്പിന്നറെ മാത്രം കളിപ്പിക്കുന്ന രൂപത്തിലേക്ക് പോകുമോ എന്നുള്ളത് കൂടി കാണണം. ഇപ്പോൾ ഇന്ത്യയുടെ സ്പിൻ ഡിയോ, കുൽദീപും വരുൺ ചക്രവർത്തിയും നല്ല രൂപത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അവരിലൊരാളെ പുറത്തിരുത്തേണ്ടി വരുമോ എന്നുള്ളൊരു ചോദ്യം ഹാർദിക്കിൻ്റെ അവൈലബിലിറ്റിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരും. സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഹാർദിക് ഫിറ്റ് ആവും തന്നെയാണ്, ഹാർദിക് കളിക്കുമെന്ന് തന്നെ കരുതുക. അപ്പോൾ ഇന്ത്യയുടെ ഒരു ടാക്ടിക്സ് എന്ന് പറയുന്നത് അഭിഷേകും ഗില്ലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് പരമാവധി റൺ സ്കോർ ചെയ്യണം.
അതിവേഗത്തിൽ ക്വിക്കായിട്ട് തന്നെ സ്കോർ ചെയ്യണം. കാരണം ദുബായ് പിച്ചിൻ്റെ ഒരു സ്വഭാവം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്, ബോൾ ഓൾഡ് ആവുന്നതോടുകൂടി ബാറ്റിലേക്ക് ബോൾ വരാൻ ബുദ്ധിമുട്ടുന്നു, സ്കോറിങ് നന്നായിട്ട് കുറഞ്ഞു വരുന്നു, മിഡിൽ ഓവറുകളിൽ ബൗണ്ടറികൾ വരുന്നില്ല എന്നുള്ളത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ സിക്സറുകൾ എഫേർട്ടിട്ട് സിക്സറുകൾ അടിക്കുന്നു എന്നുള്ളത് കാണാതെ പോകുന്നില്ല. പക്ഷേ സ്ലോ ഔട്ട്ഫീൽഡ് കൂടി ആകുമ്പോൾ ഫോറിൻ്റെ എണ്ണം വല്ലാതെ ട്രേഡപ്പ് ആകുന്നുണ്ട്. സോ തുടക്കത്തിൽ അടിച്ച് കയറുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അഭിഷേക് ശർമ്മക്ക് തന്നെയാണ് ആ ഒരു ജോബ് കൂടുതലായിട്ട് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഇന്ത്യയുടെ സ്കോറിങ്ങിൻ്റെ 35% ഈ ടൂർണമെൻറ്റിൽ ഇന്ത്യ അടിച്ച സ്കോറിൻ്റെ 35% അടിച്ചതും അഭിഷേക് ശർമ്മയാണ്. സോ അതിന് താഴേക്ക് പോകുമ്പോൾ നമ്മുടെ ബാറ്റിംഗ് ഡെപ്ത് വലുതാണെന്ന് പറയുമ്പോഴും റണ്ണ് വരാൻ ഒരല്പം ബുദ്ധിമുട്ടുന്നത് പല കളികളിലും കണ്ടിട്ടുണ്ട്. സോ മാക്സിമം അറ്റാക്ക് ചെയ്യുക, അൾട്രാ മോഡിൽ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കും തുടക്കത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ പിന്നാലെ സൂര്യയും തിലകും സഞ്ജുവും ഒക്കെ തന്നെയായിരിക്കും ഇറങ്ങുക. സഞ്ജു നമ്പർ 5 തന്നെ ഇറങ്ങും എന്നാണ് ഇന്നത്തെ കളിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കളിയിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ പിന്നീട് ഇനി താഴേക്ക് ഇറക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു വറിയിങ് സൈനായിട്ടുള്ളത് സൂര്യയുടെ ഫോമാണ്. ഒരു കളിയിൽ അദ്ദേഹം നന്നായി കളിച്ചിട്ടുണ്ട്, പക്ഷേ ബാക്കി കളികൾ അദ്ദേഹം അത്ര മികവ് കാണിച്ചിട്ടില്ല. സൂര്യ എത്രയും പെട്ടെന്ന് ആ ടച്ച് തിരികെ പിടിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സഞ്ജു നമ്പർ 5 വരികയാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും തൊട്ട് പിന്നാലെ വരിക. ദെൻ അക്സർ പട്ടേൽ ഉണ്ടാവും, ശിവൻ ദ്യൂബെ ഉണ്ടാവും. ദ്യൂബയെ ഒരു പക്ഷേ സാഹചര്യങ്ങൾക്കനുസരിച്ച് നേരത്തെ ഇറക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. 7ാമത്തെ ഓവർ മുതൽ 15ാമത്തെ ഓവർ വരെയുള്ളൊരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ എൻട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നന്നായിട്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നേരത്തെ സൂര്യ പറഞ്ഞത് മറക്കണ്ട. പിന്നെ കുൽദീപും ബൂംറയും വരുൺ ചക്രവർത്തിയും, ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ ഒരു പ്ലേയിങ് 11 എന്ന് പറയുന്നത്. ഇനി ഹാർദിക് ഇല്ലെങ്കിൽ ഈ കാര്യത്തിൽ മാറ്റം വരും എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ പിന്നെ ഹർഷ്ദീപിനെ ഇറക്കേണ്ടി വരും. അപ്പോൾ ഏതായാലും ബൗളിംഗ് സ്വാഭാവികമായിട്ടും നമ്മുടെ സ്പിന്നേഴ്സിൻ്റെ വെറൈറ്റിയാണ് പാകിസ്ഥാന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് മാത്രമല്ല, പാകിസ്ഥാൻ മിഡിൽ ഓവറുകളിൽ പവർ ഹിറ്റിങ്ങിന് അത്രയധികം മികവ് കാണിക്കുന്നില്ല എന്നതുകൂടി ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ കാണിക്കുന്ന മറ്റൊരു കാര്യം, കഴിഞ്ഞ കളിയിലൊക്കെ നമ്മൾ കണ്ടത്, തുടക്കത്തിൽ അവർ ആ ഒരു ഇൻറ്റൻഷൻ കാണിക്കുന്നുണ്ട്, അഗ്രഷൻ്റെ ഇൻറ്റൻഷൻ കാണിക്കുന്നുണ്ട്. അതിന്നും കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെയാണ് ബൂംറയുടെ മാസ്മരികമായിട്ടുള്ള ബൗളിംഗ് പ്രകടനം നമുക്ക് വേണ്ടത്. ബൂംറ കഴിഞ്ഞ കളിക്ക് മുമ്പുള്ള കളിയിൽ എക്സ്പെൻസീവ് ആയതൊക്കെ നമ്മൾ കണ്ടു, പക്ഷേ അദ്ദേഹം മികച്ച രൂപത്തിൽ തന്നെ ഈ കളിയിൽ പെർഫോം ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പാകിസ്ഥാൻ്റെ ഭാഗത്താണെങ്കിൽ അവർക്ക് ഈ പരിക്കിൻ്റെ പ്രശ്നങ്ങളില്ല. എവരിബഡി ഈസ് അവൈലബിൾ. അവർ അൺചേഞ്ച്ഡ് ആയിട്ട് ഇറങ്ങാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. ബൗളിംഗ് ലൈനപ്പ് ഒരു പക്ഷേ തുടക്കത്തിൽ വിക്കറ്റ് എടുക്കുക, അതായിരിക്കും അവർ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. അഭിഷേക് ശർമ്മയും ശുഭ്മൻ ഗില്ലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് ഇന്ത്യയുടെ ബൾക്ക് ആയിട്ടുള്ള റണ്ണ് സ്കോർ ചെയ്യുന്നത്, പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മ. അപ്പോൾ അവിടെ തുടക്കത്തിൽ വിക്കറ്റ് എടുക്കണം. കഴിഞ്ഞ കളിയിൽ അവർക്കതിൽ പാളിയിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ വിക്കറ്റ് എടുക്കണം എന്നവർക്കറിയാം. സോ 1 or 2 വിക്കറ്റ്സ് തുടക്കത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അത്ര ഒരു മികവ് ഈ ടൂർണമെൻറ്റ് കാണിക്കാത്ത മിഡിൽ ഓർഡറിലേക്ക് കയറാൻ പറ്റും. അതിനുശേഷം ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഗില്ലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ ഓപ്പണിംഗ് പേയേഴ്സിൽ വൾണറബിൾ ആയിട്ടുള്ള ഒരു ഭാഗം അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ 2 ഡിസ്മിസൽസും പേസ് ബൗളേഴ്സിനെതിരെ ഈ സീരീസിൽ നമ്മൾ കണ്ടത് ഫുള്ളർ ലെങ്ത് ബോൾ അത് സീമിങ് ഇൻ ചെയ്യുമ്പോൾ അദ്ദേഹം ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ടുണ്ട്. അതിന് തന്നെയുള്ളൊരു ശ്രമം അവിടെ ഷൈൻ ഷാഫ്രീദിയെ പോലുള്ളവർ ചെയ്യും. പിന്നെ മിഡിൽ ഓർഡറിലേക്ക് വരുമ്പം ഇന്ത്യൻ ബാറ്റിങ്ങിൽ സൂര്യകുമാർ യാദവിനെ വീഴ്ത്താൻ അവർ ഹാരിസ് റൌഫിനെ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഇവർ തമ്മിലുള്ളൊരു ബാറ്റിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പം ഇവർ ഏറ്റുമുട്ടിയ ഘട്ടത്തിൽ ഹാരിസ് റൌഫ് അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. 3 തവണ ഏറ്റുമുട്ടി, 3 തവണയും ഹാരിസ് റൌഫ് പറഞ്ഞു വിടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും അവർ ടാർഗറ്റ് ചെയ്ത് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഏതായാലും പാകിസ്ഥാൻ്റെ സ്പിന്നർമാർ അബ്രാർ അഹമ്മദൊക്കെ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളതും ഈ മത്സരത്തിൽ വളരെ ക്രൂഷ്യലായിരിക്കും. അപ്പോൾ അവരുടെ ടാക്ടിക്സ് എന്ന് പറയുന്നത് മാക്സിമം തുടക്കത്തിൽ തന്നെ റൺസ് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നാലെ വരുന്നവർ അത്രയധികം റണ്ണ് അടിക്കുന്നത് നമ്മൾ കാണുന്നില്ല. അവരുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ നന്നായിട്ട് സ്കോർ ചെയ്ത് പോവുക എന്നത് തന്നെയായിരിക്കും. പിന്നെ ഷൈൻ ഷാഫ്രീദിയെ പോലുള്ളൊരു താരത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, അദ്ദേഹം പലപ്പോഴും താഴെ വന്നിട്ട് അങ്ങ് അടിക്കുന്നത് കാണുന്നുണ്ട്. ഇന്ത്യക്കെതിരെയുള്ള കളികളിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തെ ഒരു ഹിറ്ററായിട്ട് ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല.
അപ്പോൾ അവരുടെ ഒരു പ്രോബ്ലം 11 എന്ന് പറയുന്നത് ഷാബിസാദ ഫർഹാൻ, ഫഖർ സമൻ, സൈം അയ്യൂബ്, സൽമാൻ അലി ആഗ, ഹുസൈൻ താലത്ത്, മുഹമ്മദ് ഹാരിസ്, മുഹമ്മദ് നവാസ്, ഫഹീം അഷ്റഫ്, ഷഹീൻ അഫ്രീദി, ഹാരിസ് റൌഫ്, അബ്രാർ അഹമ്മദ്. അപ്പോൾ എന്തായാലും മികച്ചൊരു പോരാട്ടം നടക്കാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ കാണുന്നു. ഇന്ത്യക്ക് തന്നെയാണ് ആധിപത്യം എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. നമ്മുടെ ടീം മൂന്നാമത്തെ മത്സരവും പാകിസ്ഥാനെതിരെ ഈ ഏഷ്യ കപ്പിൽ കളിക്കുന്ന മൂന്നാമത്തെ മത്സരവും വിജയിച്ച് കിരീടം ഉയർത്തുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടും എത്താം.